അപ്പോൾ നമുക്കിന്ന് ക്രെഡിറ്റ് നോട്ട് എങ്ങനെ ടാലിയിൽ എൻട്രി ഇട്ടാന്ന് നോക്കിയാലോ. ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ സെയിൽസിന് റിട്ടേൺ വരുന്നതാണ് ക്രെഡിറ്റ് നോട്ട്. നമ്മൾ വൗച്ചർ എടുക്കുക. വൗച്ചർ എടുത്തതിന് ശേഷം ക്രെഡിറ്റ് നോട്ട് എടുക്കുക. ക്രെഡിറ്റ് നോട്ട് എടുത്തിട്ട് ഫസ്റ്റ് നമ്മൾ ഏത് പാർട്ടീൻ്റെ അടുത്തു നിന്നാണ് നമുക്ക് റിട്ടേൺ വന്നേക്കുന്നത് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഒറിജിനൽ ഇൻവോയ്സ് നമ്പർ ഇവിടെ കൊടുക്കാതെ വെച്ചിട്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും ഏത് ഇൻവോയ്സിന് എഗെയിൻസ്റ്റ് ആണ് ക്രെഡിറ്റ് നോട്ട് വന്നേക്കുന്നതെന്നുള്ളത്. അപ്പം ഞാനിപ്പോൾ അവിടെ ഇൻവോയ്സ് നമ്പർ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആ ഇൻവോയ്സ് ചെയ്ത ഡേറ്റും പാർട്ടി സെലക്ട് ചെയ്യുക. ഇവിടെ ഒന്നെങ്കിൽ ലെഡ്ജർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുക സെയിൽസ് അറ്റ് ക്രെഡിറ്റ് നോട്ട് എന്നുള്ളത്, സെയിൽസ് അറ്റ് 10% പകരം. എന്നിട്ട് ഐറ്റം സെലക്ട് ചെയ്യുക, വാറ്റ് കൊടുക്കുക. വാറ്റ് കൊടുത്തിട്ട് വേണം ക്രെഡിറ്റ് നോട്ട് ഇടാൻ, അപ്പോൾ അത് നള്ളിഫൈ ആവും. ഇവിടെ എഗെയിൻസ്റ്റ് റെഫറൻസ് എന്നിട്ട് സെലക്ട് ചെയ്യുക ഏത് ഇൻവോയ്സിന് എഗെയിൻസ്റ്റ് ആണ് ഈ ക്രെഡിറ്റ് നോട്ട് വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കത് അവരെ ബിൽ വൈസ് എടുത്ത് നോക്കുമ്പോൾ ട്രാക്ക് ചെയ്യാൻ ഈസി ആയിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ കണ്ടോ, സ്റ്റോക്ക് കുറഞ്ഞു. പാർട്ടി നെയിം പോയി നോക്കിയതാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ക്രെഡിറ്റ് നോട്ട് വന്ന് ക്ലോസിംഗ് ബാലൻസ് നള്ളിഫൈ ആയി, ഡെബിറ്റും ക്രെഡിറ്റും വന്നു. അത് ആ എഗെയിൻസ്റ്റ് റെഫറൻസ് കറക്റ്റ് സെലക്ട് ചെയ്താലാണ് അത്രയും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടുക. എനിക്കിപ്പോൾ ക്രെഡിറ്റ് നോട്ടിൻ്റെ ലിസ്റ്റ് കാണുമെങ്കിൽ ക്രെഡിറ്റ് നോട്ട് രജിസ്റ്റർ എടുത്താൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും ക്രെഡിറ്റ് നോട്ട് നമ്പർ വൈസ് നമ്മൾ എത്ര ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്താണ്, എല്ലാ കാര്യങ്ങളും നമുക്കതിനകത്ത് കിട്ടും. ഈച്ച് പാർട്ടി വൈസ് ക്രെഡിറ്റ് നോട്ടിൻ്റെ റിപ്പോർട്ട് കിട്ടും. ഇപ്പോൾ ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ സെയിൽസിന് റിട്ടേൺ വരുന്ന എൻട്രി നമ്മൾ ഇടുന്ന വൗച്ചറിൻ്റെ പേരാണ് ടാലിയിൽ ക്രെഡിറ്റ് നോട്ട്. അതായത് റിട്ടേൺ വന്നാൽ ഫസ്റ്റ് നമ്മൾ ക്രെഡിറ്റ് നോട്ടിൻ്റെ എൻട്രി ഇടുക. ക്രെഡിറ്റ് നോട്ടിന് എൻട്രി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എഗെയിൻസ്റ്റ് റെഫറൻസ് സെലക്ട് ചെയ്യണം. എഗെയിൻസ്റ്റ് റെഫറൻസ് സെലക്ട് ചെയ്താലേ നിങ്ങൾക്ക് ആ ഒരു ഇത് കിട്ടുള്ളൂ.